ആയുധ ശേഖരത്തിൻ്റെ സ്ഥലമാണെന്ന് തിരുവനന്തപുരം. ലാൻഡ് ജിഹാദിൻ്റെ സ്ഥലമാണെന്ന് തിരുവനന്തപുരം. സമ്പന്നരായിട്ടുള്ള മറ്റുള്ള ആൾക്കാർ, നമ്മൾ വിചാരിക്കും തൊഴിൽ ദാതാക്കളാണ് എന്ന് ചിന്തിക്കുന്ന ചില ബിസിനസ്സുകാർ ഉദയം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്ത്, ഒരു വിദേശത്ത്, ഭാരതത്തിലല്ല. കേന്ദ്രവും കേരളവും ഒക്കെ പിന്തുണ കൊടുക്കുന്ന ചില ബിസിനസ്സുകാർ. ആ ബിസിനസ്സുകാർ ഒരു സെന്റിന് 10 ലക്ഷത്തോളത്തിൽ കോടികൾ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാകുന്നു. എന്തിനാ? ഹിന്ദുക്കളെ ജോലി കൊടുക്കാനാണോ? ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാനല്ല, ഹിന്ദുക്കളുടെ സ്ഥലം എത്ര വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നീട് ഒരു പ്രത്യേക മതത്തിന്റെ കൈവശത്തിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ജോലി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ ജോലി കൊടുക്കുന്നത്? അതിനെക്കുറിച്ച് പഠിക്കട്ടെ പോയിട്ട്. ജോലി കൊടുക്കുന്ന ആർക്കാ? ജോലി കൊടുക്കുന്ന വനിതകൾ ഇവിടുത്തുകാരും പുരുഷന്മാരും മറ്റുള്ള സ്ഥലത്തുമായിട്ട് ആണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ മുമ്പിൽ കാണുന്ന ബാലരാമപുരത്ത് പോയാൽ 24, 25, 30 പെൺകുട്ടികൾ ഈ ജിഹാദിൽപ്പെട്ടവർ. ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ടല്ലേ നടക്കുന്നില്ല എന്ന് പറയുന്നത്? എൻ്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം? ഇയാൾ ആരാത് അറിയോ? എനിക്കറിയില്ല കേട്ടോ. അതായത് ജനൻ ടി വിയിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പാണ് ഞാൻ ഈ കണ്ടത്. ജനൻ ടി വി പുറത്തോട്ട് വിടുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ജനൻ ടി വിയിലൊക്കെ. ജനൻ ടി വി എന്ന് പറയണ്ട, മലൻ ടി വി എന്ന് പറഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള തിട്ടവർത്താനങ്ങളാണ് എപ്പോഴും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്പികളെ കൊണ്ട് ഇരുത്തിയിട്ടാണ് ജനൻ ടി വി എപ്പോഴും സംസാരിക്കാറ്. പക്ഷേ ഇയാൾ പറഞ്ഞതിലുള്ള ഒരു അതായത് പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ നമ്മൾ വെറുതെ അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഓരോരോ സാധനങ്ങൾ. ഇവനൊന്നും മനുഷ്യൻ എന്ന് പറയാൻ പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത്രയും കാലം കേരളത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു ജന്തു ആയിരിക്കും ഇത്. ആ ജന്തു എത്ര മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും എത്ര ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും എത്ര മറ്റ് മതക്കാരുടെ കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇടപഴകി ഈ സഹകരിച്ച് മുന്നോട്ട് പോയതായിരിക്കും. പക്ഷെ അവൻ്റെ ഉള്ളിലെ ചിന്താഗതി എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവൻ്റെ ഉള്ളിലെ ചിന്താഗതി, അപ്പം അവൻ്റെ കൂടെ നടക്കുന്ന മുസ്ലിങ്ങൾ പേടിക്കണം. അവനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ആ ഒരു ജന്തു സത്വമുണ്ടല്ലോ, അത് പുറത്തോട്ട് ചാടും. ആ മൃഗം പുറത്തോട്ട് ചാടുകയും ചെയ്യും. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും കാലം മലപ്പുറത്തിനെ പറയുന്നത്, എന്തോ ഒരു ഭാഗ്യത്തിന് മലപ്പുറം ഒന്ന് സേഫായി നിൽക്കുന്നുണ്ട് ഇവൻ്റെ വർത്താനത്തിൽ നിന്ന്. ഇവൻ തിരുവനന്തപുരം എന്താ പറയുക സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പറഞ്ഞ ഓരോ പോയിന്റുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ഐഡിയ ഇല്ല, ഒരു ബോധവും ഇല്ല. ഉള്ളിൽ വർഗീയത മാത്രം, ഹിന്ദുത്വ മാത്രം, ആ ചിന്താഗതിയിൽ മാത്രം ജീവിക്കുന്ന ഒരു പടുക്കിളവൻ. ചത്തു പോകുമ്പം പോലും ഒരു മോക്ഷം കിട്ടാത്ത രീതിയിലുള്ള വർത്താനങ്ങൾ ഇതുപോലെ ടി വിയിൽ ഒന്ന് പറയാം. നിങ്ങൾ അവൻ പറഞ്ഞ പോയിന്റുകൾ ഓരോന്ന് എടുത്തു നോക്ക്. ആയുധ ശേഖരത്തിന്റെ സ്ഥലമാണെന്ന് തിരുവനന്തപുരം. ആയുധ ശേഖരത്തിന്റെ സ്ഥലമാണല്ലോ തിരുവനന്തപുരം. അപ്പോൾ ഇവന് ഒരു ഐഡിയ ഇല്ല. ഇവന് കേരളത്തിന്റെ പുറത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ആയുധങ്ങൾ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളുടെ ഒക്കെ പോട്ടെ, ഇവൻ ശാഖയെ പോയാൽ പോലും ശാഖയിൽ വിതരണം ചെയ്യുന്നതാണെന്നറിയോ? വാളും കൊടുവാളും കത്തിവാളും ഒക്കെ. കുറുവടിയൊക്കെ പണ്ടായിരുന്നു. ഇപ്പം ശാഖയിൽ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ വിതരണം ചെയ്യുന്നത് വാളാ. നമ്മുടെ നാട് ഇനിയും കേരളം അങ്ങ് മാറ്റി നിർത്തും. നിങ്ങൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വാളും തോക്കും ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങ് വിടുക. നിങ്ങൾ പോയി മുസ്ലിങ്ങളെ കൊന്ന മക്കളെന്നും പറഞ്ഞിട്ട്. അത്തരത്തിൽ ആയുധങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരമാണോ? നോർത്ത് ഇന്ത്യയല്ലേ? ഈ തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? അവിടെ പാറ പൊട്ടിക്കാൻ കൊണ്ടുവന്ന വല്ല ജലാറ്റിനും കാര്യങ്ങളും പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തീവ്രവാദം വന്ന്. എനിക്കറിയില്ല തിരുവനന്തപുരത്ത് ഇത്രയും ആയുധ ശേഖരം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുധ ശേഖരം തിരുവനന്തപുരത്തായി എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ആരാ കൊണ്ടുവന്നത്? ജിഹാദികൾ. അവൻ്റെ അടുത്ത പോയിന്റ് നോക്ക്. ലാൻഡ് ജിഹാദിന്റെ സ്ഥലമാണെന്ന് തിരുവനന്തപുരം. ലാൻഡ് ജിഹാദിന്റെ സ്ഥലമാണ് ഇന്ന് തിരുവനന്തപുരം. അത് പറയാനുള്ളൊരു കാരണമുണ്ട്. പലരും ഉദ്ദേശിച്ച് അല്ലെങ്കിൽ പലരുടെയും മനസ്സിൽ വന്നു കാണും, എന്താണ് ഇവനെ പോലത്തവന്മാർ പറഞ്ഞു വരുന്നത്. കേക്ക്. സമ്പന്നരായിട്ടുള്ള മറ്റുള്ള ആൾക്കാർ, നമ്മൾ വിചാരിക്കും തൊഴിൽ ദാതാക്കളാണ് എന്ന് ചിന്തിക്കുന്ന ചില ബിസിനസ്സുകാർ ഉദയം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്ത്, ഒരു വിദേശത്ത്, ഭാരതത്തിലല്ല. കേന്ദ്രവും കേരളവും ഒക്കെ പിന്തുണ കൊടുക്കുന്ന ചില ബിസിനസ്സുകാർ. മനസ്സിലായോ? ആ ബിസിനസ്സുകാരെ നിങ്ങൾ ഉദ്ദേശിച്ച, ഞാൻ പേര് പറയുന്നില്ല, പല മോളുകളും കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗത്തും വിദേശത്തുള്ള മോളുകൾ ഇവിടെ കൊണ്ടുണ്ടാക്കുന്ന ആ മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യൻ എന്താ പറയുക, PR ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പല കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ ഒരു മോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ലാൻഡ് ജിഹാദാണ്. കാരണം എന്താ? മുസ്ലിങ്ങളാണ് പൈസ കൊണ്ട് ഇറക്കിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഈ ചിന്താഗതി വെച്ച് നടന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇവനെ പോലത്തെ സംഘികൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് 4 നേരം അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം വരെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റാണ്ട് വെറും കഞ്ഞി മാത്രം കുടിച്ചിട്ട് വിദ്യാഭ്യാസമില്ല, വിവരമില്ല, പട്ടിണിയിൽ കിടന്ന് ജീവിച്ച് അല്ലെങ്കിൽ ജനിച്ച് ജീവിച്ച് ചത്തൊടുങ്ങുന്നത് ഉള്ളിലെ ചിന്താഗതി ഇതാണ്. മുസ്ലിങ്ങൾ പൈസ ഉണ്ടാക്കി ഇവിടെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് പൈസ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മുസ്ലിങ്ങൾ എന്തോ ഹിന്ദുക്കളുടെ സ്വത്ത് പിടിച്ചെടുക്കുകയാണ്. പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അതവർക്ക് കഴിവുള്ളത് കൊണ്ടാണ്.
വിദേശത്ത് പോയിട്ട് അവിടുന്ന് പൈസ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോകണം, അത്രയും വലിയ ലാൻഡ് വാങ്ങിച്ച് അവിടെ ഒരു മോൾ വെച്ച് കഴിഞ്ഞാൽ അത് ഈ സർക്കാരിന് കിട്ടുന്ന, അതിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന, അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ GDP-യിൽ വരുന്ന ചേഞ്ച് അത് ഇന്ത്യൻ GDP-ക്ക് എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഈ കിട്ടുന്ന കാശ് കൊണ്ട്, ഈ നികുതി കാശ് കൊണ്ട്, ബാക്കിയുള്ള കാശ് കൊണ്ട് അത് സർക്കാരിന് പോണ സമയത്തെ സർക്കാർ അത് ഈ മുസ്ലിം ഓക്കെ അത് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത മുസ്ലിങ്ങൾക്ക് മാത്രം നോക്കിയിട്ട് നമുക്ക് ചെറിയ പദ്ധതികൾ കൊടുത്തിട്ട് പൈസ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്നല്ല പറയുന്നത്. നീ വരെ നക്കി കാണും. നീ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജയിക്കുന്ന ഒരാളാണല്ലോ നീ വരെ ആ കിട്ടിയ പൈസക്ക്, അല്ലെങ്കിൽ ആ സർക്കാരിന് കിട്ടിയ നികുതി പൈസ എന്ന് കിട്ടിയിട്ടില്ല സർക്കാർ തന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആനുകൂല്യം നീ വരെ നക്കി കാണൂടാ ജന്തു. നീ ചിന്തിക്ക്, നീയൊക്കെ അത് നക്കിയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ വർത്താനം പറയുന്നത്. കേരളം ഇന്ന് ഈ നിലയിലായതേ ഈ പറഞ്ഞ മുസ്ലിങ്ങളും അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റേ യൂറോപ്പിലോട്ടും അതല്ലെങ്കിൽ ഗൾഫിലും പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയ പൈസ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോറിൻ റെമിറ്റൻസ് ഇങ്ങോട്ട് എത്തിച്ചിട്ട് അതിൽ ഡെവലപ്പ് ചെയ്ത രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് കേരളം. അതിനങ്ങനെ ചിന്തിക്കാണ്ട് അവിടെ ലാൻഡ് ജിഹാദ്, അവിടെ എന്ത് ചിന്താഗതിയാണ് നിൻ്റെ ഉള്ളിലുള്ളത്? അവൻ അവിടെ കൊണ്ട് നിർത്തല്ല, ഇനി അതിനെ കണക്ട് ചെയ്ത് അവൻ അതിനേക്കാൾ വലിയ രീതിയിലുള്ള വർത്താനം പറയുന്നത് കേൾക്ക്. ആ ബിസിനസ്സുകാർ ഒരു സെന്റിന് 10 ലക്ഷത്തോളത്തിൽ കോടികൾ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാകുന്നു. എന്തിനാ? ഹിന്ദുക്കളെ ജോലി കൊടുക്കാനാണോ? ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാനല്ല. ഒരു സ്ഥലം കണ്ട് അവിടെ പൊന്നും വില കൊടുത്ത് അവിടെ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു മോൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് ഉണ്ടാക്കി അവിടെ എല്ലാവർക്കും ജോലി കൊടുക്കും. അവിടെ ഹിന്ദുക്കൾക്ക് മാത്രം ജോലി കൊടുക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കൾ അകറ്റി നിർത്തുന്നില്ല. നിങ്ങൾ ട്രിവാൻഡ്രോ അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചിയോ നിങ്ങൾ ഏത് ഈ പറഞ്ഞ മോളുകളിൽ നിങ്ങൾ പോയി നോക്ക്, അവിടെയൊക്കെ പൈസ കൊടുത്തത് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതിൽ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം ഉണ്ട്. അത് വെച്ചിട്ട് കുടുംബം പോറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. നിനക്കൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളും തമ്മിൽ അടുപ്പിച്ച് കിട്ടുമ്പോൾ ആ ഒരു അവരടിക്കുമ്പോൾ വരുന്ന ചോര കണ്ട് നിനക്കൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാലത്തും മോക്ഷം കിട്ടാണ്ട് നാറി പുഴുത്ത് ചത്തു പോകുന്നൊരവസ്ഥയാണ് നിനക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ചിന്തകളുള്ള ആളാണെങ്കിൽ യഥാർത്ഥ ദൈവം അത് ഏതെങ്കിലും ആയിക്കോട്ടെ, അത് ഹിന്ദുക്കളുടെ ദൈവമോ മുസ്ലിമിൻ്റെ ദൈവമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ദൈവം, ഇത്തരത്തിലുള്ള ചിന്താഗതിയും വെച്ച് മനസ്സിൽ നടക്കുമ്പോണ്ടല്ലോ പുഴുത്തേ ചാവുള്ളൂ ഈ ചിന്താഗതിയുള്ള ആളുകൾ. ഹിന്ദുവിനെ ജോലി കൊടുക്കുക എന്നുള്ളതല്ല, ഹിന്ദുവിനെ ജോലി എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാനല്ല, ഹിന്ദുക്കളുടെ സ്ഥലം എത്ര വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നീട് ഒരു പ്രത്യേക മതത്തിന്റെ കൈവശത്തിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ജോലി കൊടുക്കുന്നുണ്ട്, എങ്ങനെയാ ജോലി കൊടുക്കുക അതിനെക്കുറിച്ച് പഠിക്കട്ടെ പോയിട്ട്. എന്നാ പിന്നെ ഹിന്ദുവിനെ സ്ഥലം വെക്കണ്ടെന്ന് വെച്ചാൽ പോരെ? മുസ്ലിങ്ങൾ ലാൻഡ് ജിഹാദ് നടത്താനാണ് ഇത്രയും പൈസ തരുന്നത് ഹിന്ദുക്കളെ, ഇനി നിങ്ങൾ സ്ഥലം കൊടുക്കരുത്, അതാണോ നിന്റെ ഉള്ളിൽ? അങ്ങനെ ഈ നാട്ടിലോട്ടൊന്നും വരരുത്. നമ്മുടെ നാട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അസാമും ബീഹാറും UP ഒക്കെ പോലെ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഇത് കാണിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പറ്റ അലമ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗുണമില്ലാണ്ട് അങ്ങനെ ജീവിച്ചാൽ മതിയോ? അതാണോ നിനക്കൊക്കെ വേണ്ടത്? നമുക്കിവിടെ ഡെവലപ്മെൻറ്റ് വേണ്ട, ഇവിടെ ആൾക്കാരുടെ സ്ഥലം വിറ്റ് പോകണ്ട, ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടക്കണ്ട, ഇവിടെ നല്ല നല്ല മാളുകൾ വരണ്ട, നല്ല നല്ല സ്ഥാപനങ്ങൾ വരണ്ട. എന്നിട്ട് നമ്മളിങ്ങനെ ഈ മറ്റേ ഉടുത്തതോ അയച്ചിട്ട് അല്ലെങ്കിൽ ആ പറഞ്ഞ സാധനം പാട്ടും പാടി നടന്നാൽ കിട്ടുമോ? പരിപാടി നടക്കൂ? അത് നടക്കാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളം ഇവിടെ നിന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. പൊന്നു ഹിന്ദുക്കൾ, ഇവൻ്റെ ഒക്കെ വർത്താനം കേട്ടിട്ട് നിങ്ങൾ ലാൻഡ് കൊടുക്കാണ്ടിരിക്കുമോ? എനിക്കറിയില്ല. സംഖ്യകൾ കൊടുക്കണ്ടാവില്ല. എന്തിന് വെറുതെ ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്തുകൊണ്ടാണ് ഇവർ ഗുണം പിടിക്കാത്തത്? സംഖ്യകൾ എന്തുകൊണ്ടാണ് ഗുണം പിടിക്കാത്തത്? നല്ലൊരു ബിസിനസ് വരാത്തത്? വരൂല. കാരണം ഇവരുടെ ഉള്ളിലെ ചിന്താഗതി ഇതാണ്. നന്നാവണമെന്നോ അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നോ നല്ലത് ചെയ്യണം സമൂഹത്തിനുള്ള ചിന്ത അവർക്കില്ല. ചെറ്റ ചിന്താഗതിയും വെച്ചാൽ നടക്കുക. അതിന് ഉദാഹരണമാണ് ഇവനെപ്പോലത്തെ ആൾക്കാർ ഈ പറഞ്ഞത് കേട്ടിട്ട് അതെടുത്തിട്ട് ഇത്ര വലിയ ഒരു മലം ചാനലിൽ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഖ്യകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ജോലി കൊടുക്കുന്ന ആർക്കാ? ജോലി കൊടുക്കുന്ന വനിതകൾ ഇവിടുത്തുകാരും പുരുഷന്മാരും മറ്റുള്ള സ്ഥലത്തുമായിട്ട് ആണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറയുന്ന നിങ്ങൾ ജോലി കൊടുക്കുന്നുണ്ട് ആർക്കാ? സ്ത്രീകൾക്ക്, ഹിന്ദു സ്ത്രീകൾക്ക് ജോലി കൊടുക്കും. മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് പുരുഷന്മാർക്ക് ജോലി കൊടുത്തിട്ട് അവിടെ വന്നിട്ട് അവിടെ ലവ് ജിഹാദാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ പറഞ്ഞ മോളുകളിലൊക്കെ നടക്കുന്നത് എന്താണ്? ലവ് ജിഹാദ്. അത് പ്രത്യേകിച്ച് ഹിന്ദു പെണ്ണുങ്ങളെ മാത്രം നോക്കിയിട്ട് ഇവിടെ ജോലിക്ക് എടുക്കും. എന്നിട്ട് മറ്റ് സ്ഥലങ്ങളിലെ പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിരിക്കും, അവർക്ക് ജോലി കൊടുത്തിട്ട് ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇവരെ കല്യാണം കഴിച്ച് കൺവേർട്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് എന്നിട്ട് അതിന് പൈസ വാങ്ങിക്കുക. ഇതാണ് ചിന്ത. വെറുതല്ല ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാണ്ട് സംഘി പട്ടിണി കിടക്കാനുള്ള റീസൺ ഇങ്ങനത്തെ ചിന്താഗതി കൊണ്ടുവച്ച് നടക്കുന്നത് കൊണ്ടാണ്. ഹിന്ദുക്കൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹിന്ദുക്കൾക്കോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ സംഘി മൈൻഡുള്ളവന്മാർക്ക് തീവ്ര സംഗീസം വേണം. തീവ്ര സംഗീസമുള്ള മൈൻഡുള്ളവന്മാർ ഇങ്ങനെ ചിന്തിക്കുക. നാളെ ഇവനൊരു വണ്ടി ഇടിച്ച് ഇവൻ ചോര ഛർദ്ദിച്ച് റോഡിൻ്റെ സൈഡിൽ കിടന്ന് ആരെങ്കിലും വെള്ളം കൊടുക്കാൻ പറ്റുമ്പോൾ പറയും, ഈ മുസ്ലിം ആണോ? ആ മുസ്ലിം ആണെങ്കിൽ എനിക്ക് വെള്ളം തന്നാൽ മതി. അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് ചോര തുപ്പി ഛർദ്ദിച്ച് ചത്ത് മലച്ചു പോവും.
അതല്ല, അതിന് പകരം ഹിന്ദു വെള്ളം കൊടുത്താൽ ചിലപ്പം കുടിക്കും. ഇനിയിപ്പം ഹിന്ദു വെള്ളം കൊടുത്താൽ ആ വെള്ളം മേടിച്ച് ഈ പറഞ്ഞ മോളുന്നിട്ടാണെങ്കിലും അപ്പോഴും കുടിക്കില്ല. കാരണം എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം ചിലപ്പോൾ അയാൾക്ക് പോയാലോ, അയാൾ അത് വെച്ചിട്ട് ഇവിടെ ലാൻഡ് ജിഹാദും ലവ് ജിഹാദും നടത്തുകയാണെങ്കിലോ, അപ്പോൾ അതും കുടിക്കില്ല. അപ്പോൾ ഇവനൊക്കെ അങ്ങനെ ഒരു മരണം തന്നെ നമുക്ക് ആശംസിക്കാം. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരണം തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ പറ്റും. ഇനി എന്താണ് ഇവൻ അടുത്തത് പറയുന്നത് നമ്മൾ കേട്ട് നോക്കാം. കൂടി മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ മുമ്പിൽ കാണുന്ന ബാലരാമപുരത്ത് പോയാൽ 24, 25, 30 പെൺകുട്ടികൾ ഈ ജിഹാദിൽപ്പെട്ടവര്. ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ടല്ലേ നടക്കുന്നില്ല എന്ന് പറയുന്നത്. എൻ്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം. ബാലരാമപുരത്ത് പോയാലേ അവിടെ ഒരു 25, 30 ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിങ്ങളെ കല്യാണം കഴിച്ച് ലവ് ജിഹാദ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് മുസ്ലിം പെൺകുട്ടികൾ എത്ര ഹിന്ദുക്കളുടെ കൂടെ പോകുന്നുണ്ട് എന്നുള്ള കണക്ക് മുസ്ലിങ്ങൾ എടുക്കാൻ പോറില്ല. അതിനെ ഞങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഈ പറഞ്ഞ ലവ് ജിഹാദ് എന്ന് പറയും, ഞങ്ങൾ ലവ് രാമൻ എന്നോ ലവ് ഹനുമാൻ എന്നൊന്നും പേരിട്ട് ഞങ്ങൾ വിളിക്കാറില്ല. അല്ലെങ്കിൽ ലവ് സനാതനം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പേരിട്ട് വിളിക്കാറില്ല. അത് അവരുടെ മൈൻഡിൽ തോന്നിയിട്ടുള്ള എന്തോ കാര്യം കൊണ്ട് അവരങ്ങ് പോയി. അതിലൊരുപാട് പേര് നല്ലപോലെ ജീവിക്കും, ഒരുപാട് പേര് ബുദ്ധിമുട്ടും, ഒരുപാട് പേര് പരസ്പരം അടിച്ച് ഡിവോഴ്സായി 2 വഴിക്ക് പോകും. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ അവിടെ ലവ് ജിഹാദും, ഒരു മുസ്ലിം പെൺകുട്ടിനെ ഒരു ഹിന്ദു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ വെറും ലവ് അല്ല, അത് ലവ് രാമാന്നോ അല്ലെങ്കിൽ ലവ് ഹനുമാനോ അങ്ങനെയൊക്കെ പേരിട്ട് നിങ്ങൾ വിളിക്കിനി. അങ്ങനെ കണക്കെടുത്ത് നോക്കിയാലേ പലാബലത്തിൽ നിൽക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിലോട്ട് മാത്രം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കല്യാണം കഴിക്കുന്നതല്ല. മുസ്ലിങ്ങൾ അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലോട്ടും അതുപോലെ തന്നെ ഹിന്ദു പുരുഷന്മാരെയും കല്യാണം കഴിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. കണക്കെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നീയൊക്കെ ഞെട്ടും. ഞാൻ ഒന്നും കൂടെ ആശംസിക്കുക, നിനക്ക് മക്കളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, ആ പ്രായത്തിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കാക്കാനെ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് നല്ല കാക്കാൻ്റെ മേത്തൻ്റെ കുട്ടികൾ എന്നിട്ട് ഉണ്ടാവട്ടെ നിൻ്റെ കുടുംബത്തിൽ. അങ്ങനെ ഒരു മേത്ത കുടുംബമായിട്ട് നിൻ്റെത് മാറട്ടെ എന്ന് ഞാൻ എന്താ പറയുക, എനിക്ക് ആശംസകൾ അർപ്പിക്കുകയാണ് നിൻ്റെ കുടുംബത്തിലോട്ടും അല്ലെങ്കിൽ നിൻ്റെ ചുറ്റുപാടുകളിലോട്ടും. അതേ എന്നോടൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈ ചിന്താഗതി വെച്ചിട്ട് ഇതാണ് ജനം ടി വി, ഈ പറഞ്ഞ മലം ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ഇത് കണ്ടിട്ട് ഈ പാവപ്പെട്ട ഈ മുസ്ലിമിനെ ഹിന്ദുവിനെ തമ്മിലടുപ്പിക്കുക, ഇത്തരം ചിന്താഗതികൾ കൊണ്ടുവരിക, ഇത്തരം ബിസിനസ്സുകൾ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അതൊരു മുസ്ലിം വാങ്ങിച്ചത് കൊണ്ട്, മുസ്ലിമിന് കൊടുത്തത് ഹിന്ദു ആയതുകൊണ്ട് അതിന് ജിഹാദ്, ലാൻഡ് ജിഹാദാക്കി മാറ്റുക. നാണവും മാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും പ്രായത്തിൻ്റെ ഒരു പക്വത ഒക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ ചാവാൻ നേരത്തെങ്കിലും പൊഴുത്ത് ചാവാൻ നേരത്തെങ്കിലും മാറി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിനക്ക് ദൈവം തരട്ടെ എന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. കഷ്ടം, പുച്ഛം മാത്രം ഇമാതിരി തിട്ടങ്ങളോട്.